ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങിയ SIT ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്താനാണ് SITയുടെ ശ്രമം. ഇതിനായി ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. തന്ത്രിമാരിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ തേടും. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, തന്ത്രിമാരുടെ മൊഴി വീണ്ടും എടുക്കുക, തന്ത്രിമാർ ദേവസ്വം ബോർഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള മൊഴികൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ ഈ പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള അപേക്ഷ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കാണ് ആദ്യം നൽകിയത്? അതിലേക്കാണോ ഇപ്പോൾ SIT എത്തുന്നത്? സുജിയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് 6 ആഴ്ചത്തെ സമയപരിധി കൂടുതലായി അനുവദിക്കുകയും ചെയ്തു. ഇനിയുള്ള സമയത്ത് ഈ വൻ തോക്കുകൾ ആരാണ് എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉന്നതരെക്കുറിച്ചുള്ള ചില സൂചനകൾ നേരത്തെ നൽകിയിട്ടുള്ള മൊഴികളിലൊക്കെ തന്നെ പത്മകുമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ആ മൊഴികൾ എന്ന് പറയുന്നത് ഈ ദേവസ്വം വകുപ്പിലേക്ക് ഒരു അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകി എന്നുള്ളതായിരുന്നു. അതായത് ദേവസ്വം വകുപ്പിലേക്ക് നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ വേണ്ടിയുള്ള അനുമതി പിന്നീട് ദേവസ്വം ബോർഡ് എടുത്തത് എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞത്. പക്ഷേ ദേവസ്വം വകുപ്പിലേക്ക് നൽകിയിട്ടുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട്. അതിന് ദേവസ്വം വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്നത്തെ ഉദ്യോഗസ്ഥർ, ദേവസ്വം വകുപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, അവരുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിച്ച ശേഷം മാത്രമായിരിക്കും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്കൊക്കെ അന്വേഷണം എത്തിച്ചേരുകയും അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. അതോടൊപ്പം തന്നെയാണ് ഈ തന്ത്രിമാരുടെ ഇതിനകത്തെ പങ്കിനെ കുറിച്ചൊക്കെയുള്ള ചില മൊഴികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്ത്രിമാർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ സന്നിധാനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഉദ്യോഗസ്ഥരോടൊപ്പം തന്ത്രിമാർ ചേർന്നാണ്. അതിൽ ദേവസ്വം ബോർഡിന് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ വിശദമായി തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതിന് ഇപ്പോൾ നിലവിൽ കയ്യിലുള്ള പ്രതികൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കൂടി നിലവിൽ SIT കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതുവരെ ഈ അന്വേഷണത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരല്ലാതെ പുറത്തു നിന്ന് ആരും തന്നെ കസ്റ്റഡിയിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. അവരെ കണ്ടെത്തിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. പ്രത്യേകിച്ച് സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന അനുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിൽ SIT ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പമാണ് വാസു ഈ മുൻ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്ന സമയത്ത് താൻ അവിടെ സർവീസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസുവിന്റെ വാദം. പക്ഷേ SIT അതിനെ ഖണ്ഡിക്കുന്നത് വാസുവിന്റെ അനുമതിയോടുകൂടി തന്നെയാണ്. അതായത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള വാസുവിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയത് എന്നുള്ളത് തന്നെയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. ഹർജി ഇന്ന് പരിഗണിക്കും. ഇതുവരെ ഈ കേസിൽ ആർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ആദ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയും അതിനുശേഷം ഹൈക്കോടതിയും എല്ലാവരും തന്നെ ജാമ്യാപേക്ഷകൾ പരിഗണിച്ചെങ്കിലും ആർക്കും ഇതുവരെ ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം വകുപ്പ് കേന്ദ്രീകരിച്ച തന്ത്രിമാരുടെ മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്.